UPI ഇടപാടുകൾക്ക് ഇനി മുതൽ ഫീസ് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് അധികാരികൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും സുഖപ്രദമായിട്ടുള്ള രീതി ആയതുകൊണ്ടാണ് എല്ലാവരും UPI യൂസ് ചെയ്യണമെന്ന്. എന്നാൽ ഈ ചിന്താഗതി അവരുടെ തെറ്റാണ്. ബാങ്ക് ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് സഹായങ്ങളും സാലറി വരെ എല്ലാ സഹായങ്ങളും ഇപ്പോൾ ബാങ്ക് വഴിയാണ് കിട്ടുന്നത്, ബാങ്ക് അക്കൗണ്ട് വഴി. അപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം വന്നു, അപ്പോൾ ATM പോയിട്ട് പണം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ചില സ്ഥലത്തൊക്കെ പൈസ ഇല്ല, ഔട്ട് ഓഫ് ഓർഡർ. പിന്നെ 2000-3000 രൂപ എടുക്കാൻ പറ്റുള്ളൂ, മാക്സിമം 10000 രൂപ. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ഇപ്പോൾ വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് പരീക്ഷയ്ക്ക് പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അടയ്ക്കണം. അപ്പോൾ എങ്ങനെ ഇവിടുന്ന് അയച്ചു കൊടുക്കാൻ പറ്റും? അങ്ങനെയുള്ള സംവിധാനം വേറെ ഉണ്ടാക്കിയിട്ടില്ല, ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാങ്ക് 10 മണിക്കാണ് തുറക്കണത്. അത് 7 മണിക്ക് തുറക്കാവുന്ന, അല്ലെങ്കിൽ 8 മണിക്ക് തുറക്കാവുന്ന രീതിയിലാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു 3000 രൂപ അയച്ചു കൊടുക്കാനുള്ളതിന് ഒരു ദിവസത്തെ പണി കഴിയേണ്ട സിറ്റുവേഷനാണുള്ളത്. അതായത് ബാങ്കിൽ പോയി ക്യൂ നിന്ന്, അതായത് 10 മണിക്ക് തുറക്കുള്ളൂ, 10 മണിക്ക് ബാങ്കിൽ പോയി ക്യൂ നിന്ന് പണമെടുത്ത് ഇപ്പോൾ പഠിക്കുന്ന മക്കൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ദിവസത്തെ പണി പോയി. ഇതാര് തരും? അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ UPI ഇടപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തല്ലിയേൽപ്പിച്ചതാണ്, അല്ലാണ്ട് ആളുകൾക്ക് ഇഷ്ടമുണ്ടായി എളുപ്പമാർഗ്ഗം ആയതുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല. ഇപ്പം നടക്കുന്ന ഇടപാടുകൾ. ഏത് രാത്രിക്കും ഇന്ത്യയിലെ ഏത് അറ്റം വരെയുള്ള ആൾക്കാർക്കും പൈസ അയച്ചു കൊടുക്കാനായിട്ട് സംവിധാനം. അതിന് നമ്മൾ ബാങ്കിൽ പോകേണ്ട കാര്യമില്ല, ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അത് നിർബന്ധമാക്കിയതുകൊണ്ടാണ് ഈ UPI ഇടപാടുകൾക്ക് ഫീസ് അടക്കുന്ന വീണ്ടും ക്യാഷ് സിസ്റ്റം കൊണ്ടുവരണം. ഈ ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ കയ്യിൽ പൈസ കൊടുക്കാവുന്ന രീതിയിലാക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമുള്ളത് നിർത്തലാക്കണം. അതുപോലെ മെട്രിക് സിസ്റ്റം നിർത്തലാക്കണം. അങ്ങനെ പല സിസ്റ്റങ്ങളും നിർത്തലാക്കുക. അപ്പോൾ പിന്നെ നോക്കാം. അതല്ലാതെ ആളുകൾ സൂത്രത്തിൽ എളുപ്പപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എന്നുള്ള തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള വാർത്തകൾ തിരുത്തുക. ജനങ്ങൾക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടല്ല അത് UPI ഇടപാടുകൾ യൂസ് ചെയ്യുന്നത്. അവരുടെ പൈസ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിരിക്കുന്നത്. വേറെ മാർഗ്ഗമില്ല. 10 മണിക്ക് ബാങ്ക് തുറന്നിട്ട് അതിൽ പൈസ എടുത്തിട്ട് ആളുകൾക്ക് പൈസ അയച്ചു കൊടുക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ്. ഒരു ദിവസത്തെ പണി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യായമാണ്. അപ്പോൾ UPI ഇടപാടുകൾക്ക് ഫ്രീ സർവീസ് പഴയ പോലെ തന്നെ തുടരുക എന്നാണ് എനിക്ക് പറയാൻ.